ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. അഭിവന്ദരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതം 2-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ ശ്ലോകം വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞത്. അടുത്ത ശ്ലോകം 7-ാമത്തെ ശ്ലോകം വായിക്കാം. അംഗീകൃതം ത്വയാ തദ്വൈ പ്രസന്നോ ഭൂധരിസ്തദാ മുക്തിം ദാസീം ദദോ തുഭ്യം ജ്ഞാനവൈരാഗ്യകാവിമോ. കഴിഞ്ഞ ശ്ലോകത്തില് ഭഗവാൻ ഭക്തിയോട് അരുളി ചെയ്തു, നീ എൻ്റെ ഭക്തന്മാരുടെ ഉള്ളിൽ പ്രവേശിച്ച് എൻ്റെ ഭക്തന്മാരെ പോഷിപ്പിക്കൂ എന്ന്. ഭക്തി ഭഗവാനെ അനുസരിച്ചു. ആ കൽപ്പനയെ അംഗീകൃതം ത്വയാ അംഗീകൃതം, നിന്നാൽ അംഗീകരിക്കപ്പെട്ടു. അപ്പോഴോ ഹരിഹി തഥാ പ്രസന്നഃ അഭൂത്, ശ്രീഹരി അപ്പോൾ പ്രസന്നനായി ഭവിച്ചു. മുക്തിം ദാസീം ദദൗ, നിനക്ക് ദാസിയായിട്ട് മുക്തിയെ തന്നു. തുഭ്യം ജ്ഞാനവൈരാഗ്യകാവിമോ, ജ്ഞാനം വൈരാഗ്യം എന്നീ ഈ 2 പുത്രന്മാരെയും നിനക്ക് ഭഗവാൻ തന്നു പറയാൻ. അടുത്ത ശ്ലോകം വായിക്കട്ടെ. പോഷണം സ്വേന രൂപേണ വൈകുണ്ഠേ ത്വം കരോഷി ച ഭൂമൗ ഭക്തവിപോഷായ ഛായാരൂപം ത്വയാ കൃതം. നീ എന്താ ചെയ്യുന്നത്? നീ നിന്റെ സ്വേന രൂപേണ, സ്വന്തം രൂപത്താൽ വൈകുണ്ഠേ, വൈകുണ്ഠ ലോകത്തില് അവിടെയുള്ള ഭക്തന്മാർക്ക് പോഷണം ചെയ്യുന്നു. ഭക്തന്മാരെ, അവരുടെ ഭക്തി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. ഭൂമൗ, ഭൂമിയിൽ എന്താ ചെയ്യുന്നത്? ഛായാരൂപം ത്വയാകൃതം, നിന്നാൽ ഒരു പ്രതിബിംബം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഭൂമിയില്. അത് ഭക്തവിപോഷായ, ഭൂമിയിലുള്ള ഭക്തന്മാരെ പോഷിപ്പിക്കുന്നു. അപ്പോൾ വൈകുണ്ഠത്തിലും ഈ ഭൂമിയിലും ഭക്തി പ്രവർത്തിച്ചിട്ട് ഭഗവാനെ ഭക്തന്മാരോടും ഭക്തന്മാരെ ഭഗവാനോടും അടുപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അടുത്ത ശ്ലോകം വായിക്കാം. 9-ാമത്തെ ശ്ലോകം. മുക്തിം ജ്ഞാനം വിരക്തിം ച സഹകൃത്വാ ഗതാ ഭുവി കൃതാദിദ്വാപരസ്യാന്തം മഹാനന്ദേന സംസ്ഥിതാ. മുക്തിം ജ്ഞാനം വിരക്തിം ച സഹകൃത്വ, ഈ 3 പേരോടുകൂടി നീ ഭുവി ഗതാ, ഭൂമിയിൽ പ്രവേശിച്ചിട്ട് കൃതാദിദ്വാപരസ്യാന്തം, കൃതയുഗം മുതൽ ദ്വാപരയുഗം വരെ കഴിയുന്നത് വരെയുള്ള ആ സമയത്ത് മഹാനന്ദേന സംസ്ഥിത, വളരെയധികം സന്തോഷത്തോടുകൂടി വസിച്ചു. 10-ാമത്തെ ശ്ലോകം വായിക്കാം. കലോ മുക്തിക്ഷയം പ്രാപ്ത പാഖണ്ഡാമയ പീഡിത ത്വദാജ്ഞയാ ഗതാ ശീഘ്രം വൈകുണ്ഠം പുനരേവസ. ഇനി കലി ബാധിച്ച സമയത്ത്, കലികാലത്ത് പാഖണ്ഡാമയ പീഡിത, പാഖണ്ഡമത പ്രചാരമാകുന്ന ആമയം, ദുഃഖം ബാധിച്ചു. അതിനാൽ മുക്തിഹി ക്ഷയം പ്രാപ്ത, മുക്തിക്ക് ക്ഷയം നേരിട്ടു. മുക്തി ക്ഷയിക്കുവാൻ തുടങ്ങി, മോക്ഷമില്ലാതെയാകുവാൻ തുടങ്ങി. അപ്പോഴോ ത്വദാജ്ഞയാ, ആ ഭക്തിയുടെ ആജ്ഞ കൊണ്ട് മുക്തി വേഗം ശീഘ്രം വൈകുണ്ഠം ഗതാ, വൈകുണ്ഠത്തിലേക്ക് വേഗം മടങ്ങിപ്പോയി മുക്തി. എന്നിട്ടോ അടുത്ത ശ്ലോകം നോക്കാം. സ്മൃതാത്വയാപി ചാത്രൈവ മുക്തിരായാദിയാദിജ പുത്രീകൃത്യ ത്വയേമൗ ച പാർശ്വേ സ്വസ്യൈവ രക്ഷിതോ. ത്വയാ, നിന്നാൽ, സ്മൃത, സ്മരിക്കപ്പെട്ടവളായിട്ട്, മുക്തിഹി, ആ മുക്തി, നിന്റെ ദാസിയായിരിക്കുന്ന മുക്തി, അത്ര ഏവ, ഇവിടെ തന്നെ, ആയാതിച യാതിച, വരികയും പോവുകയും ചെയ്യുന്നു. ഭക്തിക്ക് എപ്പോ ആവശ്യമുണ്ട്
അപ്പൊ മുക്തി എവിടെ എത്തുകയും സഹായിക്കുകയും പോവുകയും ഒക്കെ ചെയ്യുന്നു. ത്വയാ ഇമൗ പുത്രീകൃത്യ, നിന്നാൽ ഇമൗ ഇവർ രണ്ടുപേര് പുത്രന്മാരായി വർത്തിച്ചിട്ട് സ്വസ്യ പാർശ്വേ ഏവ രക്ഷിതൗ, നിന്റെ പാർശ്വത്തിൽ തന്നെ വർത്തിക്കുന്നു. അടുത്ത ശ്ലോകം വായിക്കാം. 12-ാമത്തെ ശ്ലോകം. ഉപേക്ഷാദ കലൗ മന്ദൗ വൃദ്ധൗ ജാതൗ സുതൗ തമാ തഥാപി ചിന്താം മുഞ്ചത്വം ഉപായം ചിന്തയാമ്യഹം. കലൗ കലികാലത്ത്, ഉപേക്ഷാദ ഉപേക്ഷ ഹേതുവായിട്ട്, തവ സുതൗ നിന്റെ ഈ രണ്ടു പുത്രന്മാരും, മന്ദൗ മന്ദന്മാരായിട്ടും, വൃദ്ധൗ വൃദ്ധന്മാരായിട്ടും, അതായത് വാർദ്ധക്യം ബാധിച്ചവരായിട്ടും, ജാതൗ ജാതന്മാരായിരിക്കുന്നു. തഥാപി എങ്കിലും, ത്വം ചിന്താം മുഞ്ച നീ ആ വിചാരത്തെ ഉപേക്ഷിക്കൂ, ആ നിന്റെ വ്യാകുലതയെ ഉപേക്ഷിക്കൂ. ഉപായം അഹം ചിന്തയാമി, എന്തു ഉപായമുണ്ടെന്ന് ഞാൻ ചിന്തിക്കാം എന്നാണ്. കലിനാ സദൃശ കോപി യുഗോ നാസ്തി വരാനനി തസ്മിൻ സ്വാം സ്ഥാപയിഷ്യാമി ഗേഹേ ഗേഹേ ജനേ ജനേ. ഹേ വരാനനി, അല്ലയോ സുന്ദരി, കലിനാ സദൃശ കോപി യുഗ നാസ്തി, കലിയോട് സദൃശമായ മറ്റൊരു യുഗവും ഇല്ല എന്നാണ്. എന്തിനാണ്? ആ കലിയുഗത്തിലാണ് ഇത്രയധികം ഭക്തി വർദ്ധിച്ചു വരിക. അതാ പറയുന്നത്, തസ്മിൻ ഈ കലിയുഗത്തില് ഞാൻ നിന്നെ സ്ഥാപയിഷ്യാമി സ്ഥാപിപ്പിച്ചു കൊള്ളാം. എവിടെയൊക്കെയാണ്? ഗേഹേ ഗേഹേ ഓരോ ഗ്രഹം തോറും, ജനേ ജനേ ജനങ്ങൾ തോറും, ജനങ്ങളുടെ മനസ്സില് ഞാൻ നിന്നെ വസിപ്പിക്കും. അപ്പോൾ നിനക്ക് പുഷ്ടി ഉണ്ടായി വരും. ഭക്തി ഉണ്ടായി കഴിഞ്ഞാൽ പുഷ്ടി ഉണ്ടായി വരും. ഭക്തി വന്നു കഴിഞ്ഞാൽ ജ്ഞാന വൈരാഗ്യങ്ങൾ വരുന്ന ഭക്തിയാണ് ശ്രേഷ്ഠം എന്നാണ് ആചാര്യന്മാര് പറയുക. ഭക്തി എങ്ങനെ ഉണ്ടാവും? സത്സംഗം കൊണ്ട് തന്നെ ഉണ്ടാവും. ഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാലാവതില്ല എന്നാണല്ലോ. ഭക്തി കൊണ്ട് മുക്തി ഉണ്ടായി വരും. ഭക്തിയാണ് ശ്രേഷ്ഠം. ആ ഭക്തി നമുക്ക് സത്സംഗത്തിൽ നിന്നാണ് ഉണ്ടാവുക. അടുത്ത ശ്ലോകം വായിക്കട്ടെ. അന്യധർമാം സ്ഥിരസ്കൃത്യ പുരസ്കൃത്യ മഹോത്സവാൻ തദാ നാഹം ഹരേർദാസോ ലോകേ ത്വാം ന പ്രവർത്തയേ. അന്യധർമാൻ തിരസ്കൃത്യ, മറ്റു ധർമ്മങ്ങളെയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടും, പുരസ്കൃത്യ മഹോത്സവാൻ ആ ഭഗവാനുമായിട്ടുള്ള, അതാണ് ഭഗവാനുമായിട്ടുള്ള ചേർച്ച ഉണ്ടാകുന്ന രീതിയിലുള്ള ആ ഭക്തിയെ വർദ്ധിപ്പിച്ചുകൊണ്ടും ഉത്സവമായി ആഘോഷിച്ചുകൊണ്ടും, അഹം ഞാൻ നിന്നെ ആ ലോകത്തില് സ്ഥാപയിഷ്യാമി സ്ഥാപിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ തഥാ ന അഹം ഹരേർദാസഃ, നീ ഇപ്രകാരം ലോകേ ത്വം ന പ്രവർത്തയേ, നിന്നെ ഞാൻ ഇപ്രകാരം പ്രചരിപ്പിച്ചിട്ടില്ല എങ്കിൽ ഞാൻ ഹരിദാസനല്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. ശ്രീഹരിയുടെ ദാസനാണ് ഞാൻ. ശ്രീഹരിയെ പോഷിപ്പിക്കുക എന്നാൽ ശ്രീഹരിയിൽ ഭക്തന്മാർക്ക് ഭക്തി ഉണ്ടായി വരിക എന്നുള്ളത് തന്നെയാണ്. അപ്പോ അതിനു വേണ്ടിയിട്ട് നാമസങ്കീർത്തനങ്ങൾ മുഖ്യ പങ്ക് വഹിക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഭക്തിയെ പുഷ്ടിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഞാൻ ഹരിദാസനല്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ടായി വരും. അതിനാണ് അങ്ങനെ പറയുന്നത്. അടുത്ത ശ്ലോകം വായിക്കാം. 15-ാമത്തെ ശ്ലോകം. ത്വദന്വിതാശ്ചയേ ജീവാ ഭവിഷ്യന്തി കലാവിഹ പാപിനോ വിഗമിഷ്യന്തി നിർഭയാ കൃഷ്ണമന്ദിരം. കലികാലത്ത്, കലൗ ഈ കലികാലത്ത്, ജീവാഹ ഏതൊരു ജീവന്മാര്, ത്വദന്വിതാഹ ഭക്തിയോട് ചേർച്ചയുള്ളവരായി വസിക്കുന്നുവോ അവര്, പാപിനഹ അഭി പാപികളായിരുന്നാൽ കൂടി, നിർഭയാഹ യാതൊരു ഭയവും ഇല്ലാണ്ട്, കൃഷ്ണമന്ദിരം ഗമിഷ്യന്തി
ഭഗവാന്റെ നിവാസസ്ഥാനമായിരിക്കുന്ന വൈകുണ്ഠത്തെ തന്നെ പ്രാപിക്കും എന്നാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ ഭക്തി ഉണ്ടായി വന്നാൽ, ഒരുപക്ഷെ പാപകർമ്മങ്ങൾ ചെയ്ത ഒരാളായാൽ കൂടി ഭക്തി ഉണ്ടായി വന്നാൽ അയാളുടെ ഹൃദയത്തിലെ പാപവാസനകൾ ഒഴിഞ്ഞു പോയേക്കാം. ആ വാസനകൾ പോകുമ്പോൾ അയാൾക്ക് മുക്തി സിദ്ധിക്കും. അതാണ് വൈകുണ്ഠം ഗമിഷ്യതി, വൈകുണ്ഠത്തെ പ്രാപിക്കുവാൻ സാധിക്കും എന്ന് പറയുന്നത്. 16-ാമത്തെ ശ്ലോകം കൂടി വായിക്കാം. യേഷാം ചിത്തേ വസേത് ഭക്തിഃ സർവദാ പ്രേമരൂപിണീ നദേ പശ്യന്തി കീനാശം സ്വപ്നേപ്യമലമൂർത്തയഃ. യേഷാം ചിത്തേ, യാതൊരുവരുടെ ഹൃദയത്തില്, ചിത്തത്തില് പ്രേമരൂപിണീ ഭക്തി സർവദാ വസേത്, പ്രേമരൂപിണിയായിരിക്കുന്ന ആ ഭക്തി എല്ലായ്പ്പോഴും വസിക്കുന്നുവോ. അമലമൂർത്തയഃ തേ, അവര് നിർമ്മല സ്വരൂപന്മാരായ അവര്, അതായത് നേരത്തെ തന്നെ പറഞ്ഞു, ഭക്തി ഹൃദയത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഹൃദയത്തിലെ മാലിന്യങ്ങൾ തീർന്നു പോകും. എന്താണ് ഹൃദയ മാലിന്യങ്ങള്? രാഗദ്വേഷാദികള്. രാഗം, ദ്വേഷം, കാമ, ക്രോധ, ലോഭ, മോഹ, ഭയ, അങ്ങനെ കുറേ ഉണ്ട്. ആ കാമ ക്രോധാദികള്, അതേപോലെ രാഗദ്വേഷാദികള്, ഇവയെല്ലാം ഹൃദയത്തിലെ വല്ലാത്തൊരു മാലിന്യം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസുരീ വാസനകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഒഴിഞ്ഞു പോകും. എന്നിട്ട് അമലമൂർത്തയ, നിർമ്മലന്മാരായി മാറും. അവര് സ്വപ്നേ അപി, സ്വപ്നത്തിൽ പോലും കീനാശം ന പശ്യന്തി, അതായത് കീനാശം പറഞ്ഞാൽ യമൻ, യമനെ അവരൊരിക്കലും കാണുകയില്ല. അപ്പോ അവർക്ക് യമഭടന്മാരെ കാണുവാനുള്ള യുഗം ഉണ്ടായി വരില്ല. അവര് ഭക്തന്മാരായാൽ മാത്രം മതി, വൈകുണ്ഠത്തില് എത്തിക്കൊള്ളും എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകം വായിക്കാം. ന പ്രേതോ ന പിശാചോ വാ രാക്ഷസോ വാ സുരോപി വാ ഭക്തിയുക്ത മനസ്കാനാം സ്പർശനേ ന പ്രഭുർഭവേത്. ഭക്തിയുക്ത മനസ്കാനാം, ഭക്തി ചേർന്നിരിക്കുന്ന മനസ്സുള്ളവരുടെ കൂടെ സ്പർശനെ, അവരെ സ്പർശിക്കാൻ പോലും ആരൊക്കെ സമർത്ഥരാകില്ല? പ്രേതഹന, ഒരു പ്രേതവും സാധ്യമല്ല. പിശാചഹന, രാക്ഷസഹന, അസുരഹ അഭി ന. അതാണ് ഇവരാരിങ്ങനെയുള്ള യാതൊരു ഭൂതപ്രേത പിശാചുക്കളും ഭക്തിയുള്ളവനെ തൊടുവാൻ പോലും ശക്തരാവുകയില്ല. അപ്പൊ ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ഭക്തി സത്സംഗം ഒന്നുകൊണ്ടേ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ആ ഭക്തിയുടെ മഹത്വത്തെയാണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്തി ഏറ്റവും ശ്രേഷ്ഠം. ഭക്തി കൊണ്ട് മാത്രമേ മുക്തി സിദ്ധിക്കുകയുള്ളൂ. ആ ഭക്തി എങ്ങനെയുണ്ടാകും? ഭക്തിയാ ഭാഗവതം ജ്ഞേയം. എങ്ങനെയാണേലും ഭഗവാന്റെ അവതാര കഥകൾ അടങ്ങിയ ഈ ശ്രീമദ് ഭാഗവതത്തെ ശ്രവിക്കുന്നത് കൊണ്ട് എല്ലാ പേരുടെ ഹൃദയത്തിലും ഭക്തി പ്രവേശിക്കുക തന്നെ ചെയ്യും. അതിനുള്ള ദൃഷ്ടാന്തമാണ് ഇനിയും വരുന്നത്. അപ്പോ നമ്മളെ ഏവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച്, നമുക്കും ഭക്തി ഉണ്ടായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ എളിയ വാക്കുകളെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു.